അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇറാഅത്തുൽ ഹുദാ മഹല്ല് കമ്മിറ്റിയും മട്ടം തർബിയത്തുൽ ഇസ്ലാം കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്നേഹവസന്തം എന്ന സംയുക്തമായ പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനമാണ് നാം ആഘോഷിക്കുന്നത്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹബീബായ ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായി സൗർ ഗുഹയിൽ ഇരിക്കുമ്പോൾ പുറത്താകെ ശത്രുക്കളായിരുന്നു. അപ്പോൾ ഒരു മാളമുണ്ടാകും. ആ മാളത്തിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് വെച്ചുകൊണ്ട് ആ മാളത്തെ അടക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് വല്ലാത്ത വേദന അനുഭവിക്കും. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുനീരുറ്റുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണീറ്റുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും, ഹബീബേ, എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എന്റെ കാലിൽ എന്തോ കൊത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് നബിയെ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, നിങ്ങളുടെ കാലൊന്ന് എടുക്കൂ എന്ന് പറയുമ്പോൾ ആ മാളത്തിൽ ഒരു വലിയൊരു സർപ്പമുണ്ടാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമിനീരെടുത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പാമ്പ് കൊത്തിയ സ്ഥലത്തേക്ക് വെക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരിപൂർണമായ ആ പ്രയാസമെല്ലാം വിട്ടുപോകും. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേ അറ്റം സ്നേഹിക്കാൻ നാം ശ്രമിക്കണം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.